ഞാനിപ്പോൾ ലൈഫായിട്ടൊരു പാമ്പും കോണിയും കളിക്കുകയാണ് കേട്ടോ. ഞാൻ ഏത് സമയത്തും പാമ്പിൻ്റെ വായിലാകും. ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന പലതും പാമ്പിൻ്റെ വായിലായി വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആവും. പക്ഷേ ഈ സാഹചര്യങ്ങളിലെല്ലാം എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഒരു കാര്യമാണ് കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്ക്. ഈ 2 മാസത്തിനിടയിൽ ഞാൻ ആദ്യം എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിച്ചത് എൻ്റെ ഫോൺ അഡിക്ഷനാണ് കേട്ടോ. ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ ഫോൺ. രാവിലെ മുതൽ രാത്രി വരെ ഇൻസ്റ്റാ റീൽസ് കണ്ടിരിക്കും. സോ ഈ 2 മാസമെങ്കിലും എനിക്ക് അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആൻഡ് ആ ഒരു ഒറ്റ ഡിറ്റർമിനേഷൻ കൊണ്ട് ഈ 2 മാസം കൊണ്ട് എനിക്ക് എൻ്റെ സ്ക്രീൻ അഡിക്ഷൻ ഒരുപാട് കുറയ്ക്കാൻ സഹായിച്ചു കേട്ടോ. നമ്മൾ വിചാരിക്കും പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന്, പക്ഷെ അത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, നടക്കുമ്പോൾ അത് വളരെ സിമ്പിൾ. ഈ ഒരു 2 മാസം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് എൻ്റെ കരിയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും വായിക്കാനും അറിയാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്തി. ആൻഡ് അതെനിക്ക് ഒരുപാട് ഗുണം ഉണ്ടാക്കി. ആൻഡ് അടുത്തതായിട്ട് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഒരു ഹെൽത്തി ഡയറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. ഞാൻ വളരെ അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു. അതിൻ്റെ സൈഡ് എഫക്ട്സ് എൻ്റെ ബോഡി തന്നെ കാണിച്ചു തുടങ്ങി. സോ ഈ ഒരു 2 മാസം അത് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കുറേ കൂടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എൻ്റെ ഫുഡിലും ഡയറ്റിലും ആഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അടുത്ത് ഞാൻ ഈ 2 മാസം ചെയ്തതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ടൈം ടേബിൾ അനുസരിച്ചാണ് ഉണരുന്നതും ഉറങ്ങുന്നതും ഒക്കെ. പക്ഷെ ഉറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ആക്യുറേറ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ ആ ടൈം ടേബിൾ എന്നെ സഹായിച്ചു. ആൻഡ് അതുപോലെ ഞാൻ തുടങ്ങിയ മറ്റൊരു ശീലമാണ് ഒരു സേവിങ്സ് എന്നൊക്കെ പറയാം. സോ ഇതെനിക്ക് വാങ്ങണം എന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഫൈനലി ഞാനത് വാങ്ങിച്ചു. ഇത് 1 ലക്ഷം രൂപയുടെ, അതായത് 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന എമൗണ്ടുകൾ അതിൽ നിക്ഷേപിക്കുക, എന്നിട്ട് അത് വെട്ടി പോവുക, അങ്ങനെയുള്ളതാണ്. ഇത് വാങ്ങണം എന്ന് എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇതിലെങ്ങനെയെങ്കിലും 1 ലക്ഷം രൂപ ഫില്ല് ചെയ്യണം എന്നുള്ളതും എൻ്റെ ആഗ്രഹമായിട്ട് ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഒരു സെൽഫ് ഹീലിംഗ് ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പ്രോപ്പറായിട്ടുള്ള മെഡിറ്റേഷനും, അതുപോലെ ഞാൻ ജപമാല 1 മാലയോളം എങ്കിലും ദിവസവും ജപിക്കുമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഒരു ജപമാല ജപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഓരോ ഇങ്ങനെ കീർത്തനം പറയുന്ന സമയത്തും അത്രയും പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ജപമാല കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒരു മാല കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എത്ര മാല വേണോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടൊക്കെ മാക്സിമം 1 മാല മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്ഷമയും ഇതുവരെ എനിക്കുള്ളൂ. സോ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ എന്നെ ഹേർട്ട് ചെയ്ത ആൾക്കാരെയൊക്കെ ഫോർഗീവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. അത് ഞാൻ ഭയങ്കര ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ എല്ലാ ദിവസമൊന്നും പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസം, ഒരു പോസിറ്റിവിറ്റിയൊക്കെ തോന്നുന്ന ദിവസം ഞാൻ മെഡിറ്റേഷനും ചെയ്യാൻ തുടങ്ങി. അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരുള്ള ദേഷ്യം, വിദ്വേഷം, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മറക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളതെല്ലാം വിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് സമാധാനമാവുന്നത്. അത് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇതൊന്നും ഇപ്പം എന്നെ മാറ്റർ ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യുക, എൻ്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മാത്രമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫേസ്, അല്ലെങ്കിൽ ആ ഒരു സമാധാനം ഞാനിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ ലൈഫിലിപ്പം ആരെങ്കിലും എന്നോട് എന്ത് വേണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഒരു സമാധാനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രം മതി. ബിക്കോസ് എനിക്കറിയാം ഇതിങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും ഒക്കെ വരുന്നു. പക്ഷെ ആരും വരത്തില്ല. നമ്മളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. ഇൻസൾട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എൻ്റെ പെയിനാണ്. സോ ആ പെയിൻ എങ്ങനെയെങ്കിലും ഒരു സക്സസ് ആക്കി എടുക്കണം എന്നുള്ളൊരു വാശി എൻ്റെ മനസ്സിലുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഹീലിംഗ് ജേർണി ഭയങ്കര ഈസി ആയിട്ട് മാറും. നമ്മൾ ഡിസിപ്ലിൻഡ് ആണ്, നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണ്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ എത്തിയിരിക്കും. അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു ഫോക്കസിൽ വേറെ ആര് പറയുന്നതും, ഒരു ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ നമ്മുടെ സ്ട്രെങ്ത്തിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകും. ഉറപ്പായിട്ട് നമുക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ കൂടെ ഭഗവാനെ മാത്രം ചേർത്ത് പിടിച്ചാൽ മതി. സോ എനിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇത്രയും സെൽഫ് ഹീലിംഗ് ജേർണി എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും പറ്റും. സോ നിങ്ങളുടെ ലൈഫിലെ ഓരോ നിങ്ങൾ കൊണ്ടുപോകുന്ന റൊട്ടീൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഒറ്റ ലൈഫ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ലൈഫ് റീൽസ് സ്ക്രോൾ ചെയ്ത് മാത്രം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.